അടിപൊളി അൺബോക്സിംഗ് ആണ്. ഇതിൽ നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് കുറച്ച് പുസ്തകങ്ങളാണ്. ഇതിൽ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇക്കിഗായ് എന്ന് പറഞ്ഞ പുസ്തകത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പുസ്തകം ദീർഘവും സന്തോഷകരവുമായ ജീവിതത്തിനായുള്ള ജാപ്പനീസ് രഹസ്യം കണ്ടെത്തലാണ് ഈ പുസ്തകത്തിൻ്റെ പ്രധാന ലക്ഷ്യം. പിന്നെ ഈ പുസ്തകം നമ്മളോട് മുന്നോട്ട് വെക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇക്കിഗായ് കണ്ടെത്തുക. നമ്മുടെ ഉള്ളിലുള്ള ഇക്കിഗായ് എന്ന് പറഞ്ഞാൽ അഭിനിവേശം, നമ്മുടെ ലക്ഷ്യം, ആ ഒരു മോട്ടിവേഷണൽ പർപ്പസ്ഫുൾ ആയി കണ്ടുള്ള ഒരു നല്ല അടിപൊളി പുസ്തകമാണത്. പിന്നത്തെ പുസ്തകം എന്ന് പറഞ്ഞാൽ റിച്ച് ഡാഡ് പുവർ ഡാഡ്. ഈ പുസ്തകത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ധനികരായിട്ടുള്ള ആളുകൾ അവരുടെ ധനം എങ്ങനെ അവർ ഇരട്ടിപ്പിച്ച് കൊണ്ടുവരണം എന്നുള്ളതും പാവപ്പെട്ട ആളുകൾ എങ്ങനെയാണ് അവരുടെ സമ്പാദ്യത്തെ യൂട്ടിലൈസ് ചെയ്യണത് എന്നുള്ള പറ്റി പറയുന്ന ഒരു അടിപൊളി പുസ്തകമാണ്. പിന്നെ നമ്മൾ ഇതിട്ട് പറയുന്ന പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ പണത്തിനായി ജോലി ചെയ്യുന്നതിന് പകരം എങ്ങനെ പണത്തെ വരുമാനമാക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു അടിപൊളി പുസ്തകമാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്നുള്ളത്. പിന്നത്തെ പുസ്തകം എന്ന് പറഞ്ഞാൽ ഹൈദി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു പുസ്തകമാണ്. ഈ പുസ്തകം 1880 1881 കാലഘട്ടത്തിനിടയിൽ എഴുതിയ പുസ്തകമാണ്. അത് സ്വിസ് എഴുത്തുകാരിയായിരുന്ന ജോഹന്ന സ്പെയറി എന്ന് പറഞ്ഞൊരു എഴുത്തുകാരി എഴുതിയതാണ്. അപ്പം ഞാൻ ഈ പുസ്തകത്തിനെ കുറിച്ച് ചിന്തിക്കണം എന്താ വെച്ചാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരാളുടെ കാഴ്ചപ്പാടുകളും അവരുടെ ജീവിത സാഹചര്യങ്ങളും അവർ കണ്ട കാഴ്ചകളൊക്കെയാണ് അവർ എഴുതിയിട്ടുള്ളത്. അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട് ഈ പുസ്തകങ്ങൾ? ഇതിൽ ഏതെങ്കിലും പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം?